നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനിപ്പോ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നും ഒരു ഊഹവും ഇല്ല. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? എന്ത് പറഞ്ഞാ ഇനി അവന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വിവാഹത്തിന് അവന് പൂർണ്ണ സമ്മതമാണെന്നറിയാൻ, ആദരം മറക്കാൻ അവൻ തയ്യാറാണെന്നറിയാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ അത് തന്നെ. ഇത് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇവിടെ നമ്മൾ തോറ്റുപോയ പിന്നെ നമുക്കെല്ലാം നോക്കി നിൽക്കാനേ കഴിയൂ. താമ്പ നിന്റെ ഏട്ടനെന്ന നിലയിലും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിലും ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുക, ആദരവ് ഉപേക്ഷിച്ച് അനഘയെ സ്വീകരിക്കാൻ തന്നെയാണോ ഇപ്പോഴും നിന്റെ തീരുമാനം? സന്ദീപ്, നിന്റെ മനസ്സിൽ എന്തായാലും ഒന്ന് പറയേ. ഇനി നീ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് ഞങ്ങളെ കൂടി തളർത്തുന്നുണ്ട്. നാളൊരു ദിവസം കൂടി കഴിഞ്ഞാ നിന്റെ വിവാഹോ? നീ ഇന്നലെ പറഞ്ഞതിന്റെ പ്രകാരമാണെങ്കിൽ കുറെ കുറ്റബോധമുണ്ട് നിന്റെ മനസ്സിൽ. അതെന്താണെന്ന് നീ പറയാത്തോണ്ട് തന്നെ ഞങ്ങൾക്കത് അറിയുകയില്ല. നിന്റെ തീരുമാനം എന്തായാലും പറയാ. അവസാനമായിട്ടാ ഞങ്ങൾ ഇതും പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ നല്ലപോലെ തീരുമാനിച്ചിട്ട് തന്നെയാ ഇതിനായി ഇറങ്ങിയത്. എല്ലാത്തിനും കൂടെ നിന്ന് നിങ്ങളെ കാണുമ്പോഴുള്ള കുറ്റബോധം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. മറ്റൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അനഘയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആദരയുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം. മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും അവളെ മറന്നു കളയാനും നിനക്ക് എളുപ്പം സാധിച്ചു എന്ന് വരും. നിയമപരമായി വിവാഹം കഴിഞ്ഞ രണ്ടുപേരാ നീയും ആദരയും. അപ്പോ നിയമത്തിന്റെ മുന്നിൽ ഭാര്യയും ഭർത്താവും. അനഘയുടെ ജീവിതത്തിലേക്ക് നീ കയറി ചെല്ലുമ്പോ ആദരയുടെ ജീവിതത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോണം. എല്ലാ അർത്ഥത്തിലും നീ ഇതിലൊന്ന് സൈൻ ചെയ്തു തരണം. നിന്റെ ആദരയുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള നിന്റെ സമ്മതപത്രം. നീ സൈൻ ചെയ്യാതെയും ആതിരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാം. നീയല്ലേ വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത്. അതുകൊണ്ട് നീ ആദ്യം സൈൻ ചെയ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.